പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണെന്ന്. നമ്മൾ പ്രധാനപ്പെട്ട പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ എടുത്തിരുന്നു. അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, അതേപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതിനു മുമ്പ് അയണൈസേഷൻ എൻതാൽപ്പി, ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്താണ് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾക്കറിയാം, ക്ലോറിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് ക്ലോറിൻ ആറ്റംസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ദെൻ HCl ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ. ഇവർ ഈ പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലോറിൻ നമ്മൾ പറയും മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറയും. കാരണം ഇയാൾ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ കൂടുതൽ അടുത്തേക്ക് വലിക്കുന്നുണ്ട്. അതിനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ല, ഒരാളെ വെച്ചിട്ട് റിലേറ്റീവായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. ഇത് ദെൻ ഡിഫറെൻ്റ് ആറ്റത്തിനായിട്ട് ബോണ്ട് വരുമ്പോൾ ആ വാല്യൂവിൽ അല്ലെങ്കിൽ ആ ദെൻ എബിലിറ്റിയിൽ മാറ്റം വരാം. പക്ഷെ നമ്മളിത് വെച്ച് കമ്പയർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്കെയിൽസ് വരുന്നുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക്. പോളിംഗ് സ്കെയിൽ ഉണ്ട്, മുള്ളിക്കൻ ജാബ് സ്കെയിൽ ഉണ്ട്, ആൽഫ്രഡ് റോഷോ സ്കെയിൽ, അങ്ങനെ കുറേ സ്കെയിലുകൾ, കുറേ കമ്പയറബിൾ വാല്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതിലേറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലിനസ് പോളിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദെൻ പോളിംഗ്സ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ലിനസ് പോളിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിംഗ്സ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. നോക്കൂ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അറ്റോമിക് സൈസിനെയും ന്യൂക്ലിയർ ചാർജ്. സൈസ് കുറയുമ്പോൾ, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. സൈസ് കുറയും തോറും, അതേപോലെ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. ഓക്കെ, അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ആസ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അതേപോലെ ദെൻ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ഇനി ജനറലി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താ സംഭവിക്കുക? ഇൻക്രീസസ് അക്രോസ് എ പീരിയഡ്. എന്താ കാരണം? എന്താ? സൈസ് കുറഞ്ഞു വരുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമാണത്. സോ ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളതാണ്. ദെൻ നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരിയഡിൽ നോക്കിയാൽ സെക്കൻഡ് പീരിയഡിൽ ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് നിയോൺ ഉണ്ട്. പക്ഷെ നോബിൾ ഗ്യാസിന് കോമ്പൗണ്ട് ഫോം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നോക്കണ്ട. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിന്. അതേപോലെ ദെൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിയത്തിന്, നമ്മൾ ആൽക്കലി മെറ്റൽസിലെ താഴെയുള്ള ഫ്രാൻസിയത്തിന് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നോക്കൂ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഫ്ലൂറിന് മാക്സിമം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഫ്രാൻസിയത്തിന് മിനിമം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ദെൻ ഫ്ലൂറിന് പോളിംഗ് ഒരു ആർബിട്രറിലി ഫിക്സഡ് വാല്യൂ കൊടുക്കുകയാണ്. ഒരു ഫിക്സഡ് വാല്യൂ 4 എന്ന് കൊടുക്കുകയാണ്. അതിനായിട്ട് കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വാല്യൂ പറയാണ്. ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 4, ദെൻ ക്ലോറിൻ ആണെങ്കിൽ പിന്നെ ഓക്സിജന് 3.5 ആണ് കൊടുക്കുന്നത്. ഓക്സിജൻ്റെ വാല്യൂ എത്രയാണ്? 3.5. ഫ്ലൂറിന് 4 എന്നുള്ളത് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ആൻ എലമെൻറ്റ് കോൺസ്റ്റൻ്റ് ആവില്ല എന്ന് പറഞ്ഞു. നമ്മളെന്താ പറഞ്ഞത്? എന്താ ദെൻ പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്ന കമ്പയർ ചെയ്തിട്ട് പറയാണ്. ദെൻ ഈ ആറ്റം വേറൊരു എലമെൻ്റ് ആയിട്ട് ഹൈഡ്രജൻ ആറ്റായിട്ടുള്ള അതേ ഇഫക്റ്റ് ആവില്ല വേറൊരു ആറ്റത്തിനായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നുള്ളത് ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് വാരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി എലമെൻറ്റ് ടു വിച്ച് ഇറ്റ് ഈസ് ബൗണ്ട്. പറഞ്ഞ കാര്യമാണ് ആ പറഞ്ഞത്. അപ്പോൾ എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ദെൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് സൈസിനെയും ന്യൂക്ലിയർ ചാർജിനെയും. ഓക്കെ, ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ഡിക്രീസ് ചെയ്യും. അവിടെ വാല്യൂസ് നോക്കും. ലിഥിയത്തിന് 1, ബെർലിയത്തിന് 1.5, ബോറോൺ 2, കാർബണ് 2.5, നൈട്രജന് 3, പിന്നെ ഓക്സിജന് 3.5, ഫ്ലൂറിന് 4. ശരിയല്ലേ? അത് ഇനി താഴേക്ക് ക്ലോറിൻ ആണെങ്കിൽ നോക്കൂ, ക്ലോറിൻ്റെ വാല്യൂ
3 ആണ് വരുന്നത്. ഫ്ലൂറിൻ ക്ലോറിൻ താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏതിനാ പറയുന്നത്? ഫ്ലൂറിൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഈ വാല്യൂസ് തന്നെയാണ് ഇവിടെ വരുന്നത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ്. ഫ്ലൂറിൻ ഒരു ഗ്രൂപ്പിലാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പീരിയഡിലാണ് കാര്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ ഒരു ഗ്രൂപ്പിൽ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അസ്റ്റാറ്റിൻ 4, 3.0, 2.8, 2.5, 2.2 ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അത്? ദെൻ അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓഫ് അൻ എലമെന്റ്. നമുക്കുള്ളത് നോൺ മെറ്റാലിക്കും അതേപോലെ മെറ്റാലിക് ക്യാരക്ടറാണ്. നോൺ മെറ്റാലിക് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ഓഫ് ഒരു എലമെന്റ് എങ്ങനെയാണെന്നുള്ളത് എന്തൊക്കെയാ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് എലമെന്റ്സ്, നോൺ മെറ്റൽസിന്, അലോഹങ്ങൾക്ക് സ്ട്രോങ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതേസമയം മെറ്റൽസിനാണെങ്കിലോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ എന്താ എഴുതിയത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും മെറ്റാലിക് ക്യാരക്ടറും കൂടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എളുപ്പമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും നമ്മൾ എന്താ പറഞ്ഞത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, ബട്ട് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് അവിടെ എഴുതിയത്. വായിച്ചു നോക്കൂ. ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ്, ഹെൻസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. എളുപ്പമല്ലേ അത്? ദെൻ ഇനി നമ്മൾ ഈ പഠിച്ച ദെൻ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഒക്കെ ദെൻ അതിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കുകയാണ്. നോക്കിയേക്കാം, അതൊന്ന് നോക്കണേ. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിൽ ദെൻ ഒക്കെ താഴേക്ക് ഡിക്രീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ താഴ്ന്ന് മുകളിലേക്ക് ഇൻക്രീസ് ആണ്. എല്ലാത്തിനും അറ്റോമിക് റേഡിയസ്, അതേപോലെ അയണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇതെല്ലാം നോൺ മെറ്റാലിക് ക്യാരക്ടർ, മെറ്റാലിക് ക്യാരക്ടർ ഒക്കെ അവിടെ ദെൻ അതിൻ്റെ വാരിയേഷൻ ഒരു പീരിയോഡിക് ട്രെൻഡ്സ് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചേക്കുക, നന്നായിട്ട് പഠിച്ചോണം അതൊക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പീരിയോഡിസിറ്റി ഓഫ് വാലൻസി ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒന്നാണോ ചോദിച്ചാൽ അല്ല. നമുക്കതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ വരുന്നുണ്ട്, പഠിക്കാം. വാലൻസി എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി എന്നാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ വളരെ വിശദമായിട്ട് വരുന്നുണ്ട്, അന്നേരം കാണാം. പക്ഷെ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒന്നിച്ച്. വാലൻസി ഒരു എലമെന്റിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ഇലക്ട്രോൺ ഡോട്ട് ഫോമുലൊക്കെ നമ്മൾ പഠിക്കും ഇനി കെമിക്കൽ ബോണ്ടിങ്ങിൽ. അപ്പോൾ വാലൻസി എന്ന് പറഞ്ഞാൽ സാധാരണ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം, അല്ലെങ്കിൽ 8- ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും. നമുക്ക് വിശദീകരിക്കാം ആ കാര്യങ്ങളൊക്കെ. ദെൻ വാലൻസി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദെൻ കമ്പൈനിങ് കപ്പാസിറ്റി, എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെയാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. വാലൻസി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതെന്തായിരിക്കും? വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ 8- നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. സോ വാലൻസി ഓഫ് അൻ എലമെന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, അല്ലെങ്കിൽ വാലൻസി ഓഫ് ദി എലമെന്റ് ഈക്വൽ ടു 8- നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, ഈ രണ്ട് രൂപത്തിൽ വാലൻസി പറയാറുണ്ട്. നമുക്ക് ഇവിടെ ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് വാലൻസി നമ്മൾ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്കറിയാം ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ, സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ഇലക്ട്രോൺസ്, പിന്നെ 13th അല്ലേ നമ്മൾ പഠിക്കുന്നത് പി ബ്ലോക്കിലുള്ള, അവിടെ 3 ഇലക്ട്രോൺ, 14th 4, 15th 5, 16th 6, 17th 7, 18th 8 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അവിടെ കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നോക്കൂ, ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ 13th ഗ്രൂപ്പാണ്. ഇനി അപ്പോൾ വാലൻസി സാധാരണ പറയാം. നോക്കൂ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി 1 ആയിരിക്കും, ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോൺ. സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി 2, തേർഡ് ഗ്രൂപ്പിന്റെ വാലൻസി 3, ഫോർത്ത് ഗ്രൂപ്പിന് സാധാരണ 14th ഗ്രൂപ്പിൽ 13th ഗ്രൂപ്പിന് 3, 14th ഗ്രൂപ്പിന് 4, 15th ഗ്രൂപ്പിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അപ്പോൾ 5 വരാം, അല്ലെങ്കിൽ 8- 5 3 എന്നും വരാനുണ്ട്. ഓക്കെ, 16th ഗ്രൂപ്പ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, സോ 6 വരാം, അല്ലെങ്കിൽ 8- 6 2 എന്നും വരാനുണ്ട്. ദെൻ അതേപോലെ ഹാലജൻസിന് എത്ര വരുന്നത്? അല്ലെങ്കിൽ 17th ഗ്രൂപ്പിന് 7 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ട്, വാലൻസി 7 എന്ന് വരാം, അല്ലെങ്കിൽ 8- 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് വരാം, 8- 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരാം. നോബിൾ ഗ്യാസിന് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, വാലൻസി സാധാരണ ഒന്നെങ്കിൽ ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺ 8 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 8- 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0,
അങ്ങനെ കൊടുക്കാം. ചില കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി സാധാരണ പറയുന്നത്. ദെൻ ഇത് വാലൻസി എങ്ങനെയൊക്കെയാണ് സാധാരണ? ഒന്നെങ്കിൽ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ 8 - നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. സോ ഓക്കെ, അടുത്ത പാർട്ട് നോക്കിയേക്കും. ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. യൂസിങ് പീരിയോഡിക് ടേബിൾ predict the formula of compound which might be followed by the following pairs of elements. സിലിക്കണും ബ്രോമിനും കൂടി ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് എങ്ങനെ എഴുതാന്ന് നിങ്ങൾക്കറിയാം. സിലിക്കൺ ഏത് ഗ്രൂപ്പിലാണ്? ദെൻ കാർബൺ സിലിക്കൺ 14th ഗ്രൂപ്പിലാണ്. സിലിക്കൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ, വാലൻസി 4 ആണ്. ഇനി അടുത്തത് ബ്രോമിൻ വാലൻസി ദെൻ ഓക്കെ 1 ആണ്. ബ്രോമിൻ എവിടെയാണ്? ഹാലജൻസിലാണ്. ദെൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. സാധാരണ 8 - 7 1 ആണ് വാലൻസി. സോ സിലിക്കൺ 4ഉം ബ്രോമിൻ 1ഉം. അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ? ഇത് ഇങ്ങോട്ടിറക്കാം, ഇത് ഇങ്ങോട്ടിറക്കാം. എങ്ങനെയായിരിക്കും ഫോർമുല? SiBr ദെൻ 4 സിലിക്കണും ബ്രോമിനും കൂടി കോമ്പൗണ്ട്. അടുത്ത് അലൂമിനിയവും സൾഫറും. അലൂമിനിയം ബോറോൺ അലൂമിനിയം 13th ഗ്രൂപ്പിലാണ്. അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ് സാധാരണ. ഇനി അടുത്ത് സൾഫർ ഓക്സിജൻ സൾഫർ 16th ഗ്രൂപ്പിലാണ്. ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ട്, 8 - 6 അപ്പൊ 2 ആണ് സാധാരണ. സൾഫറിന്റെ വാലൻസി 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങോട്ടിറക്കാം, ഇത് ഇങ്ങോട്ടിറക്കാം. സോ Al2S3 എന്ന് എഴുതാം. ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. Al2S3 വാലൻസി മനസ്സിലായല്ലോ. അപ്പോൾ ഇതിക്ക് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. നമുക്ക് അടുത്തത് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ്? ഫസ്റ്റ് പീരിയഡിൽ ഹൈഡ്രജനും ഹീലിയും ആണ്. സെക്കൻഡ് പീരിയഡിൽ ദെൻ ഓക്കെ ലിഥിയം ഉണ്ടായിരുന്നു, ബെർലിയം ഉണ്ടായിരുന്നു, പിന്നെ 13 ബോറോൺ അലൂമിനിയം, ദെൻ ബോറോൺ അലൂമിനിയം അല്ല ബോറോൺ, പിന്നെ ഏതാണ്? കാർബൺ. ഇനി അടുത്തതായിരുന്നു പറ നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോകുന്നുണ്ട്. ദെൻ ഇനി ഇവിടെ പറയുന്നത് ഈ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിലെ ലിഥിയം സെക്കൻഡ് പീരിയഡിലുള്ള ഫസ്റ്റ് ആള്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബെർലിയം. ഇവയുടെ പ്രോപ്പർട്ടി ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ചില അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന, ബാക്കിയുള്ള എലമെന്റ്സ് നിന്ന് ചില അനോമലസ് ബിഹേവിയർ കാണിക്കും. അതേപോലെ ബോറോണിന്റെ പ്രോപ്പർട്ടി അലൂമിനിയം, ഗാലിയം, ഇന്ത്യത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും ഫസ്റ്റ് എലമെന്റ് ഓഫ് എ ഗ്രൂപ്പ് ഡിഫർ ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഫ്രം അതർ എലമെന്റ്സ് എന്നാണ്. എന്താണ് ഈ അനോമലസ് ബിഹേവിയർ? നോക്കൂ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ്. ഫസ്റ്റ് എലമെന്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്, ദെൻ ഈച്ച് ഓഫ് ദി ഗ്രൂപ്പ് 1 ലിഥിയം, സെക്കൻഡിൽ ബെർലിയം, 13 മുതൽ 17 വരെ ബോറോൺ ടു ഫ്ലൂറിൻ, ഡിഫർ ഇൻ മെനി റെസ്പെക്ട് ഫ്രം അതർ മെമ്പേഴ്സ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്. എന്താ അതിന് റീസൺ എന്നാണ്. റീസൺസ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ ഫസ്റ്റ് എലമെന്റിന്റെ സൈസ് വളരെ കുറവായിരിക്കും. രണ്ടാമത്തത്, ചാർജ് ബൈ റേഡിയസ് റേഷ്യോ കൂടുതലായിരിക്കും. ചാർജ് ടു റേഡിയസ് റേഷ്യോ, അതായത് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ആൽക്കലി മെറ്റൽസിനൊക്കെ സാധാരണ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, +1 ചാർജ്. റേഡിയസ് ആണെങ്കിൽ ഏറ്റവും കുറവ് ലിഥിയത്തിനായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഏറ്റവും കൂടുതലാണ്. അതേപോലെ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ദി എലമെന്റ്, ഫസ്റ്റ് എലമെന്റിനായിരിക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. പിന്നെ അതേപോലെ ദേ ഓൺലി 4 വാലൻസ് ഓർബിറ്റ്, അതായത് സെക്കൻഡ് പീരിയഡിൽ 2s-ഉം 2p-യും ഓർബിറ്റിലേ ഉള്ളൂ. 2s-ൽ ഒരു ഓർബിറ്റിൽ 2p-ൽ 3 ദെൻ ഇനി പക്ഷെ തേർഡ് പീരിയഡ് മുതൽ 3s 3p 3d ഒക്കെ വാക്കന്റ് ഓർബിറ്റിൽ ഉണ്ടാവും. അങ്ങനെ ബോണ്ട് ഉണ്ടാക്കാൻ ഇവർക്ക് എന്തുണ്ടാവില്ല? ദെൻ എക്സ്ട്രാ ഡി ഓർബിറ്റിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് എന്തേ ഉള്ളൂ? ഓൺലി 4 വാലൻസ് ഓർബിറ്റിൽ 2s-ഉം 2p-യും ബോണ്ടിങ്ങിനുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ 3s 3p 3d തേർഡ് പീരിയഡ് എലമെന്റ്സിനുണ്ട്. ദെൻ ഇനി അതേപോലെ വേറെ പ്രോപ്പർട്ടി കൂടി പറയുന്നുണ്ട്. ദെൻ പൈ ബോണ്ട് ഉണ്ടാക്കാൻ നമ്മളിനി വരും മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാൻ. കാർബൺ വേറെ കാർബൺ ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം, ഓക്സിജൻ ആറ്റേറ്റ് ഉണ്ടാക്കാം, നൈട്രജൻ ആറ്റത്തിന് പരസ്പരം ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവും ഈ ചെറിയ എലമെന്റ്സിനാണ്. ഇതൊക്കെയാണ് ഇവയുടെ അനോമലസ് ബിഹേവിയറിന് കാരണം. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ് എലമെന്റ്, ഒരു ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് എലമെന്റ് എപ്പോഴും അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ദെൻ ഇനി ലിഥിയം ബാക്കിയുള്ള എലമെന്റ്സിന് അനോമലസ് ബിഹേവിയർ കാണിക്കാൻ, അല്ലെങ്കിൽ ഈ അനോമലസ് ബിഹേവിയറിന് മൊത്തത്തിലുള്ള കാരണം എന്താണ്? സ്മോൾ സൈസ്, പിന്നെ ലാർജ് റേഡിയസ് ടു ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ. മൂന്നാമത്തത് എന്തായിരുന്നു? ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നാലാമത്തത് ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ, അല്ലെങ്കിൽ 4 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ലാസ്റ്റത്തത് എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. ഈ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് എപ്പോഴും ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടീസിൽ പലപ്പോഴും ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ S ബ്ലോക്കിൽ പഠിക്കും. എന്തൊക്കെയാണ് ലിഥിയത്തിന്റെ അനോമലസ് ബിഹേവിയർ എന്നുള്ളത്. ഒരു ചെറിയൊരു പോയിന്റ് മാത്രം പറയാം. ലിഥിയം ബാക്കിയുള്ള
സാധാരണയുള്ള ആൽക്കലി മെറ്റൽസിന് വിരുദ്ധമായിട്ട് ആൽക്കലി മെറ്റൽസ് മിക്കവാറും അയോണിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക. പക്ഷെ ലിഥിയത്തിന്റെ പല കോമ്പൗണ്ടുകളും കോവാലൻ ക്യാരക്ടറിലായിരിക്കും. അതേപോലെ ബെറിലിയത്തിന്റെയും കോവാലൻ കോമ്പൗണ്ടുകളും ഫോം ചെയ്യുന്നുണ്ട്, ബെറിലിയവും. അപ്പൊ ഇതൊക്കെ ബാക്കിയുള്ള ആ ഗ്രൂപ്പ് നിന്ന് കറസ്പോണ്ടിങ് ഗ്രൂപ്പ് എന്നുള്ള അനോമലസ് ബിഹേവിയർ ആണ്. വിശദമായിട്ട് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളെ സെക്കൻഡ് വോള്യൂം ടെക്സ്റ്റിലുണ്ട് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അവിടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, നോക്കൂ, നമ്മൾ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് ലിഥിയം ഉണ്ട്, അതേപോലെ ബെറിലിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, കാർബൺ ഒക്കെ ഉണ്ട്. തേർഡ് പീരിയഡ് എലമെന്റ്സ് സോഡിയം ഉണ്ട്, ഇതിന് താഴെ ഇതിന് മെഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്. ഇവിടെ നോക്കൂ, ലിഥിയം ചില പ്രോപ്പർട്ടീസിലൊക്കെ മെഗ്നീഷ്യത്തിനോട് സിമിലാരിറ്റി കാണിക്കും. ബെറിലിയം അലൂമിനിയത്തിനോടും ബോറോൺ സിലിക്കണോടും ചില പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉണ്ട്. ഇതിനാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? സെക്കൻഡ് പീരിയഡിലുള്ള ചില എലമെന്റ്സ് ദെൻ തേർഡ് പീരിയഡിലുള്ള ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സിനോടുള്ള സിമിലാരിറ്റിയെ പറയുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. നോക്കൂ, സം എലമെന്റ്സ് ഓഫ് certain groups of second period resembles then much in properties with elements of third periods of next group. Then elements of second and third period diagonally related in properties. This phenomenon is known as diagonal relationship. Clear ആണോ? അപ്പോൾ എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ദെൻ ലിഥിയം മെഗ്നീഷ്യത്തിനോട്, ബെറിലിയം അലൂമിനിയത്തിനോട്, ബോറോൺ സിലിക്കണോട്. ഇതാണ് കാര്യമായിട്ട് ഡയഗണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതും നമ്മളെ എസ് ബ്ലോക്കിലൊക്കെ വിശദമായിട്ട് വരുന്നുണ്ട്. അന്നേരം ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് പഠിച്ചേക്ക്. ആരൊക്കെ തമ്മിലാണ്? ലിഥിയം മെഗ്നീഷ്യത്തിനോട്, ബെറിലിയം അലൂമിനിയത്തിനോട്, ബോറോൺ സിലിക്കണോട്. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദെൻ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കോവാലൻസി ഓഫ് അലൂമിനിയം ഇൻ ദെൻ AL, പിന്നെ എന്താ കൊടുത്തത്? എന്താണ്? ദെൻ അലൂമിനിയം, പിന്നെ ക്ലോറിൻ ഉണ്ട്, പിന്നെ H2O 5 times 2+. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും സെയിം ആണോ അലൂമിനിയത്തിന് എന്നുള്ളത് നോക്കണേ. ഇവിടെ അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളത് പഠിക്കൂട്ടോ. ദെൻ X എന്ന് കൊടുക്കാം. ക്ലോറിന് -1 ആണ് ചാർജ്. ദെൻ വാട്ടറിന് 0 ആണ്. 0 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്താൽ +2 എന്നാണ് കിട്ടേണ്ടത്. സോ X - 1 ഈക്വൽ ടു +2 ഓർ X ഈക്വൽ ടു +3 എന്ന് കിട്ടും. ഇതാണ് ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷെ വാലൻസി, ഇയാളെ കമ്പൈനിങ് കപ്പാസിറ്റി, ഒരു ക്ലോറിൻ ഉണ്ട്, 5 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. സോ കമ്പൈനിങ് കപ്പാസിറ്റി 6 ആണ് വരുന്നത്. സോ ഈ കേസിൽ കമ്പൈനിങ് കപ്പാസിറ്റിയും വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും സെയിം ആണോ? അല്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്ന് കിട്ടും. കമ്പൈനിങ് കപ്പാസിറ്റി എത്ര കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അടുത്ത് നോക്കിയേക്ക്, പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. കെമിക്കൽ റിയാക്ടിവിറ്റി ആയിട്ട് എന്താ ബന്ധം എന്നുള്ളത്? പീരിയോഡിക് ട്രെൻഡ്സ് നമുക്കറിയാം. ആൽക്കലി മെറ്റൽസ് എക്സ്ട്രീം ലെഫ്റ്റിൽ, എക്സ്ട്രീം റൈറ്റിൽ നമ്മൾ ഹാലജൻസ് ഒക്കെ വരുന്നു. ഈ ആൽക്കലി മെറ്റൽസ് ഒക്കെ ഭയങ്കര റിയാക്റ്റീവാണ്. നമുക്ക് പഠിക്കും ഇവരൊക്കെ. ഈ ആൽക്കലി മെറ്റൽസ് ഒന്നും സ്വതന്ത്രമായിട്ട് കാണപ്പെടൂല. കാരണം എന്താ? പെട്ടെന്ന് ഓക്സിജനായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ ആൽക്കലി മെറ്റൽസ് ഭയങ്കര റിയാക്റ്റീവാ. എങ്ങനെ റിയാക്റ്റീവായെന്ന്? ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ് അയോണായി മാറുക ചെയ്യുക. ഹാലജൻസ് ഒക്കെ ഭയങ്കര റിയാക്റ്റീവാ. ദെൻ എക്സ്ട്രീം റൈറ്റിലുള്ള അവർ ഇലക്ട്രോണിന് എന്ത് ചെയ്യാണ്? വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ റിയാക്റ്റീവാണ്. എങ്ങനെ കൊടുത്തത്? ദെൻ ദ മാക്സിമം കെമിക്കൽ റിയാക്ടിവിറ്റി അറ്റ് എക്സ്ട്രീം ലെഫ്റ്റ് എമംഗ് ആൽക്കലി മെറ്റൽ ഈസ് എക്സിബിറ്റഡ് ബൈ ലോസ് ഓഫ് ആൻ ഇലക്ട്രോൺ ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് കാറ്റയോൺ. ആൻഡ് എക്സ്ട്രീം റൈറ്റ് ഏറ്റവും അപ്പുറത്തുള്ളത് ഹാലജൻസ്, നോബിൾ ഗ്യാസ് വിട്ടേക്ക്, ഹാലജൻ ഷോൺ ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഫോമിങ് ആനയോൺ. അവർ ആനയോൺസ് ഫോം ചെയ്യുന്നു, ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് ആനയോണായി മാറുന്നു. ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഓക്സൈഡുകൾ. എന്താ ഈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? എന്താ? ബൈനറി കോമ്പൗണ്ട് ഓഫ് ആൻ എലമെന്റ് വിത്ത് ഓക്സിജൻ. ഓക്സിജനും വേറെ എലമെന്റ് കൂടിയുള്ള കോമ്പൗണ്ടിന് ഓക്സൈഡ് എന്ന് പറയാം. ഈ ഓക്സൈഡുകൾ നോക്കും, 4 തരം ഓക്സൈഡുകൾ ഉണ്ട്. ഓക്സൈഡുകൾ നമുക്ക് പറയാൻ പറ്റും. അസിഡിക് ഓക്സൈഡ് ഉണ്ട്, ബേസിക് ഓക്സൈഡ് ഉണ്ട്, ന്യൂട്രൽ ഓക്സൈഡ് ഉണ്ട്, അംഫോട്രിക് ഓക്സൈഡുകൾ ഉണ്ട്. എന്തായാലും പറഞ്ഞത് നോർമൽ ഓക്സൈഡ് ഫോംഡ് ബൈ ദി എലമെന്റ് ഓഫ് എക്സ്ട്രീം ലെഫ്റ്റ് ഈസ് മോസ്റ്റ് ബേസിക്. നമ്മൾ പറഞ്ഞിരുന്നു ലെഫ്റ്റിലുള്ള ആൾക്കാരൊക്കെ മെറ്റൽസ് ആണ്. ദെൻ ഇനി നോൺ മെറ്റൽസ് ഒക്കെ റൈറ്റിലേക്കാണ് വരുന്നത്. ഈ മെറ്റൽസ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളൊക്കെ സാധാരണഗതിയിൽ ബേസിക് ഓക്സൈഡ് ആയിരിക്കും. എന്താണ് ബേസിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സോഡിയത്തിൻ്റെ ഒരു ഓക്സൈഡാണ് Na2O. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 2NaOH കിട്ടും. ഇതൊരു ബേസ് ആണ്, ഒരു ആൽക്കലിൻ സൊല്യൂഷനാണ്. ഒരു ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആൽക്കലി കിട്ടുകയാണെങ്കിൽ ആ ഓക്സൈഡിനെ നമ്മൾ വിളിക്കും ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കും. എന്താ പേരെന്താണ്?
ബേസിക് ഓക്സൈഡ്. സാധാരണ മെറ്റൽസ് ഉണ്ടാക്കുന്നതൊക്കെ ബേസിക് ഓക്സൈഡ്. മെറ്റൽസ്, ഈ മെറ്റൽസ് എവിടെയാണുള്ളത്? പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിലാണുള്ളത്. ഇനി റൈറ്റിൽ നോൺ മെറ്റൽസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ദെൻ ക്ലോറിൻ്റെ അല്ലെങ്കിൽ സൾഫറിൻ്റെ ഓക്സൈഡ് SO2 അല്ലെങ്കിൽ SO3 ഏതെങ്കിലും ആവട്ടെ. SO2 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H2SO3 കിട്ടും. സൾഫ്യൂറസ് ആസിഡാണ്, ഇതൊരു ആസിഡാണ്. അസിഡിക് സൊല്യൂഷനാണ് ഫോം ചെയ്യുക. സോ ഇത് നമ്മൾ വിളിക്കും അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കും. അപ്പം എന്താണ്, റൈറ്റിലുള്ള ആൾക്കാർ, അതായത് മെറ്റൽസ് അല്ല നോൺ മെറ്റൽസ് ഒക്കെ അസിഡിക് ഓക്സൈഡ് ഫോം ചെയ്യും. എന്താണ് അസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് ഫോം ചെയ്യും. ദെൻ ആദ്യം ബേസിക്, പിന്നെ അസിഡിക്. ലോഹങ്ങൾ ഉണ്ടാക്കുന്ന ഓക്സൈഡുകളൊക്കെ ബേസിക്കും അലോഹങ്ങളുടെ ഓക്സൈഡുകളൊക്കെ സാധാരണഗതിയിൽ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അപ്പം ലെഫ്റ്റിൽ പീരിയോഡിക് ടേബിൾ ലെഫ്റ്റിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഓക്സൈഡ് ബേസിക്കും റൈറ്റിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന എന്തായിരിക്കും? അസിഡിക്കും ആയിരിക്കും എന്നുള്ളത്. അവിടെ എക്സാമ്പിൾ നോക്കിയേക്ക്. എക്സ്ട്രീം റൈറ്റ് ഈസ് മോസ്റ്റ് അസിഡിക് ആണ്. Cl2O7 ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2HClO4 ഫോം ചെയ്യും. പെർക്ലോറിക് ആസിഡ് എന്നൊക്കെ പേര് പറയും. അപ്പോൾ Cl2O7 അസിഡിക് ഓക്സൈഡ് ആണ്. ഇനി ചില ഓക്സൈഡുകളുണ്ട്. ഇപ്പോൾ സെൻട്രലുള്ള അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ്, ഗാലിയത്തിൻ്റെ ഓക്സൈഡ് ഒക്കെ അംഫോട്രിക് ആണ്. ആഴ്സനിക്കിൻ്റെ ഓക്സൈഡ് വായിച്ചു നോക്കും. ദെൻ ഓക്സൈഡ്സ് ഓഫ് ദി എലമെന്റ്സ് ഇൻ ദി സെന്റർ ആർ അംഫോട്രിക്. എന്താ അംഫോട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയും മീഡിയത്തിനനുസരിച്ചൊക്കെ മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ Al2O3 അതേപോലെ As2O3 കൃത്യമായിട്ട് പഠിച്ചേക്ക്. Al2O3 അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അംഫോട്രിക് ആണെന്നാണ് പറയുന്നത്. ഇനി ന്യൂട്രൽ ഓക്സൈഡ് കാണാതെ പഠിക്കണേ. കാർബൺ മോണോക്സൈഡ്, പിന്നെ NO അതേപോലെ N2O. നോക്കിയേക്ക്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, NO അതേപോലെ N2O. ഇത്രയും ഈ 3 ഓക്സൈഡുകൾ ന്യൂട്രൽ ആണ്. അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ ഓക്സൈഡ്. അപ്പോൾ ഓക്സൈഡുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അസിഡിക് ഓക്സൈഡ് ഉണ്ട്, ബേസിക് ഓക്സൈഡ് ഉണ്ട്, ന്യൂട്രൽ ഓക്സൈഡ് ഉണ്ട്, അംഫോട്രിക് ഉണ്ട്. അംഫോട്രിക്കിന് സാധാരണഗതിയിൽ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ്, അസിഡിക്കിന് നോൺ മെറ്റലുകൾ, ബേസിക്കിന് മെറ്റലുകൾ. ദെൻ 3 ന്യൂട്രൽ ഓക്സൈഡുകൾ കാർബൺ മോണോക്സൈഡ്, NO NO അതേപോലെ N2O. ക്ലിയർ ആയിട്ട് പഠിച്ചോണേ. നല്ല ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനൊക്കെ പലപ്പോഴും വന്നതാണ്. നോക്കൂ, അംഫോട്രിക് ഓക്സൈഡ് ബിഹേവ് ആസ് അസിഡിക് വിത്ത് ബേസസ് ആൻഡ് ബേസിക് വിത്ത് ആസിഡ്സ്. അത് മീഡിയത്തിനനുസരിച്ച് മാറും. വെറാസ് ന്യൂട്രൽ ഓക്സൈഡ്സ് ഹാവ് നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടീസ് എന്നാണ്. ഇനി എന്താ പറഞ്ഞത്? ഷോ by a chemical reaction with water that Na2O is basic oxide and Cl2O7 is acidic. ഇവിടെ എഴുതിയല്ലോ Na2O വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ ബേസ് കിട്ടും. സോ ബേസിക് ഓക്സൈഡ്. ഇനി Cl2O7 വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ 2HClO4 പെർക്ലോറിക് ആസിഡ് കിട്ടും. സോ അസിഡിക് ഓക്സൈഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓക്സൈഡ്സ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഏർലിയർ അറ്റംപ്റ്റ്സ് പഠിച്ചു. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ വരെ ഏർലിയർ അറ്റംപ്റ്റ്സിൽ പഠിച്ചു. അതേപോലെ മോഡേൺ പീരിയോഡിക് ലോ ബൈ മോസ്ലി പഠിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ്, ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഈ എലമെൻസിൻ്റെ പേരുകൾ ഓർക്കാനുള്ള ദെൻ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. 118 എലമെൻസിൻ്റെ പേരും നമുക്ക് ഓർക്കാനുള്ള ചില ട്രിക്കുകൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ 2020 നീറ്റ് എക്സാമിനേഷന് ഒരു എലമെൻറ്റ് തന്നെ അതിൻ്റെ പേര് ചോദിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചേക്കുക. ഇത് കഴിഞ്ഞിട്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി വേണമെങ്കിൽ പറയാം, മെറ്റാലിക് ക്യാരക്ടർ പറയാം, വാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതേപോലെ ഓക്സൈഡ്സിൻ്റെ നേച്ചർ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ബാക്കി പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.